നമസ്കാരം. കൃഷി ദർശനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷിത്തോട്ടത്തിന് മുമ്പിലാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്നും 20 കിലോമീറ്റർ മാറിയാണ് നെടുമങ്ങാട് താലൂക്കിലുള്ള ഈ പൂവത്തൂർ എന്ന സുന്ദര ഗ്രാമം. കാർഷിക പ്രാധാന്യമുള്ള ഈ ഗ്രാമത്തിൽ പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അവരുടെ എക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ +1, +2 വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു കൃഷിത്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 20 സെൻറ്റിൽ 10ഓളം പച്ചക്കറി വിളകൾ. അവ വിളവെടുക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. അവരുടെ കൃഷിവിശേഷങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലാം. ജൂലൈ 5-ന് നടിയിൽ ഉത്സവത്തോടു കൂടിയാണ് ഇവിടെ പൂവത്തൂർ സ്കൂളിൽ പച്ചക്കറി കൃഷിയുടെ ആരംഭം കുറിച്ചത്. ഈ കൃഷി ഇത്രത്തോളം അന്ന് നടുമ്പോൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിളവെടുപ്പ് മഹോത്സവം നമുക്ക് ഇപ്പോൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര നല്ലതായിട്ടാണ് ജൂലൈ 5-ന് ആരംഭിച്ച ആ കൃഷിയുടെ പിന്നെ അങ്ങോട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥികൾ ഇത്രത്തോളം ഈ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പൂവത്തൂർ സ്കൂളിനെ മാതൃകയായിട്ട് തന്നെ എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ളൊരു കൃഷി പച്ചക്കറിയാണ് നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്നത്. നെടുമങ്ങാട് നഗരസഭ എല്ലാ വർഷവും പദ്ധതികളിൽ കൃഷിക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ വർഷവും പദ്ധതി വിഹിതത്തിൻ്റെ 20% കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പച്ചക്കറി കൃഷിക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കൃഷി തീവില കൊടുത്താണ് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള കൃഷിയിലൂടെ നേട്ടം കൈവരിക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ ആവശ്യമായ പച്ചക്കറികളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. പദ്ധതി വിഹിതത്തിൽ നിന്ന് നമ്മൾ വയ്ക്കുന്ന 20% ഇനി മുതൽ സ്കൂളുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. കാരണം ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് വരും വർഷങ്ങളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഇതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ കുറിക്കുകയും അതോടൊപ്പം തന്നെ നഗരസഭ ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് ഏറ്റവും നന്നായി പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്കൂളുകൾക്കൊരു അവാർഡ് കൂടി കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭ ഈ വർഷം ഇന്ന് കൗൺസിലിൽ വെച്ചൊരു തീരുമാനം കൂടി എടുക്കുന്നതാണ്. നമ്മുടെ നെടുമങ്ങാട് നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയാണ് പൂവത്തൂർ. ഇപ്പോഴും നമ്മുടെ കൃഷിക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും പച്ചക്കറി കൃഷിക്കെല്ലാം തന്നെ അന്യം നിന്നു പോകുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ കുറേയധികം കർഷകർ ഇതിൻ്റെ പരിശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ കാർഷിക മേഖലയിലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു കൃഷിയോടുള്ള ഒരു മനോഭാവം കൂടി നമ്മുടെ പുതുതലമുറയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് PTA ഇങ്ങനെ ഒന്ന് കളമൊരുക്കാൻ വേണ്ടി സഹായിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം PTA ആണ് ഒരുക്കിയത്. അതിനുശേഷമാണ് നഗരസഭയിൽ നിന്ന് നമ്മുടെ കൃഷിഭവനിൽ നിന്ന്
പച്ചക്കറി വികസനത്തോട്ടത്തിൻ്റെ പ്രോജക്റ്റിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ ലഭ്യമാക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. പൂർണ്ണമായും വിദ്യാർത്ഥികളാണ് ആ മനസ്സ് വെച്ചത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ചാണകം കൈകൊണ്ടെടുക്കുന്നതിനോ വളം കൈകൊണ്ടെടുക്കുന്നതിനോ ഒക്കെ തന്നെ അവർക്ക് അത്രത്തോളം മനോഭാവം ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇവിടെ അവർ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എത്തുകയും ആ വേഷമൊക്കെ മാറി കൃഷിത്തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ലാബ് അസിസ്റ്റൻ്റായിട്ടുള്ള ജസ്റ്റസ് സാർ ഒരു മാതൃകാ പച്ചക്കറി കൃഷി കർഷകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിത്താണ് ഇതിനുപയോഗിച്ചത്. അദ്ദേഹമാണ് ഇതിന് പൂർണ്ണമായ ഗൈഡൻസ് കൊടുത്തത്. പിന്നെ പ്രിൻസിപ്പൽ, അധ്യാപകർ, HM ഇവരുടെ നേതൃത്വത്തിൽ മുഴുവൻ സഹകരണവും കൂടാതെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധ ശല്യമൊക്കെ സ്വാഭാവികമായും എല്ലാ പ്രദേശവും ഉള്ളതുപോലെ ഉള്ളതാണ്. ഇവിടെ നമ്മളൊരു സെക്യൂരിറ്റിയൊക്കെ തന്നെ നിയമിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഓണസദ്യക്ക് ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങുന്നതിന് ഏകദേശം 8,000-ഓളം രൂപ ചിലവായി. ഇപ്പോൾ പച്ചക്കറിക്ക് 3,000 രൂപ ചിലവായിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം തന്നെ ഇവിടുന്നാണ് ഞങ്ങൾ പടവലം, അതുപോലെ തന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, പയർ, വെള്ളരിക്ക, മുളക്, ചീനാമരിക്ക തുടങ്ങിയ എല്ലാം തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കിട്ടും. ഇനിയും അടുത്ത 1 മാസക്കാലത്തോളം ഇതിന് എല്ലാം കിട്ടുകയും നമ്മൾ ലേലം ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചുകൊണ്ടത്. ഇക്കോ ക്ലബ്ബാണ്, സ്കൂളിലെ ഇക്കോ ക്ലബ്ബാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫണ്ടെല്ലാം അങ്ങോട്ട് മാറി ഇനി കൂടുതൽ സ്ഥലത്തേക്ക് ഓണാവധി കഴിഞ്ഞാലുടൻ കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. നല്ല മണ്ണാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂവത്തൂരിൻ്റെ ആ കാർഷിക മേഖലയുടെ മണ്ണാണ്. അങ്ങനെ നല്ല രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ ആ പച്ചപ്പ് കൂടി വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും എന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ, മാതൃകാ കൂട്ടായ്മയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഈ പ്രോത്സാഹനം തന്നവർക്കെല്ലാം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഗ്രികൾച്ചർ ഈസ് മോർ ദാൻ ഫുഡ് എന്നാണ് ചൊല്ല്. അത് യഥാർത്ഥത്തിൽ അന്വർത്ഥമാകും. കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ സ്കൂൾ പച്ചക്കറി തോട്ടം പദ്ധതി നമ്മൾ നടപ്പാക്കാനായിട്ട് ആദ്യം ആരംഭിക്കുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഇതായിരുന്നു. ഒന്നാമത്തെ കേസ്, ഇവിടെ വളരെയധികം കാട് പിടിച്ച് തരിശായി കിടക്കുന്ന കൃഷിയിടമായിരുന്നു. അപ്പോൾ കുട്ടികളുമായി സഹകരിച്ച് നിലമൊരുക്കുന്ന അവസരം മുതൽ ഇവിടെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ആ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിക്കുകയാണെന്ന് ഏറ്റവും കടുത്ത വെല്ലുവിളി. അതിന് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും PTA കമ്മിറ്റിയും അധ്യാപകരും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമ ഫലമായാണ് ഇത്തരം പദ്ധതി ഇവിടെ ഈ വൻ വിജയം കാണാനായത്. ഈ പച്ചക്കറി കൃഷിയുടെ ഒരു പ്രധാന ലക്ഷ്യമാക്കിയത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിലുപരി വിഷവിമുക്തമായ നെടുമങ്ങാട് എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ഊർജിത ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനമായി കുട്ടികളിൽ ആദ്യമായി കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പരിശീലന പരിപാടികൾ, വിവിധതരം ജൈവ കൃഷികൾ രീതികൾ പരിശീലനം നൽകി. അതോടൊപ്പം തന്നെ ജൈവിക കീടനാശികൾ, പ്രകൃതിയാലുള്ള വേപ്പെണ്ണ എമൽഷൻ, അതുപോലെ പുകയില കഷായം, അതുപോലെ എളുപ്പത്തിൽ കിട്ടാവുന്ന നമ്മൾ ജൈവ കീടനാശികൾ പ്രാവർത്തികമാക്കി. ഞങ്ങൾക്ക് ഇത് ആദ്യം ഒരു അതിശയമായിരുന്നു. ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൃഷിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ആദ്യമായിട്ടാണ് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു കൃഷി തുടങ്ങണം, അതിനുവേണ്ടി സ്ഥലമൊക്കെ ഒരുക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം അതിന് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൃഷിയിൽ ഇറങ്ങാൻ. അങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ ജസ്റ്റിസ് സാറ്, പ്രിൻസിപ്പൾ, ഗീത ടീച്ചർ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് അവർ ഞങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിതിലേക്ക് ഇറങ്ങിയത്. കുറച്ച് ദിവസത്തെ ചെറിയ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഈ വിളവ് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് തരുന്നത്. ആ കഷ്ടപ്പാടിനെല്ലാം ഫലം ഉണ്ടായി. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ആദ്യം ഇവിടെ നില ഒരുക്കുക എന്നായിരുന്നു. അത് നിലമൊരുക്കി JCB വെച്ചാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മൺവെട്ടിയൊക്കെ വെച്ച് ഇളച്ച് നിലമൊരുക്കി. അതിനുശേഷം വിത്ത് പാകി, പിന്നെ പന്തലിട്ടു. അങ്ങനെയാണ് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്കിതൊരു പ്രചോദനം തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഈ +2 കഴിഞ്ഞിറങ്ങുമ്പം മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളൊന്നായിരിക്കും ഇവിടെ ഈ സ്കൂളിൽ ഞങ്ങൾ ഈ കാർഷിക വിജയം എന്ന് പറയുന്നത്.
തുടക്കത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ഇത്രയ്ക്കും വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങളുടെ ടീച്ചർമാരുടെ വളരെ പിന്തുണ കൊണ്ടും കുട്ടികളുടെ സഹകരണം കൊണ്ടും ഞങ്ങൾ ഇത്രയും വലുതായി തന്നെ ഞങ്ങളുടെ ഈ കൃഷി വളർത്തിയെടുത്തു. വളരെ പ്യുവറാണ് നമ്മുടെ ഓരോ കൃഷിയും. നമ്മളിപ്പോൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഗതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു കൃഷിത്തോട്ടം, അതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. അത് സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾക്ക് ഈ കൃഷി വളരെയധികം നന്നായി ചെയ്യാനുള്ള പ്രോത്സാഹനം വീട്ടുകാരിൽ നിന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ പ്രേരണ കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലും ഒരു കൃഷിത്തോട്ടം, ചെറിയ കൃഷിത്തോട്ടം തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓണക്കാലം വളരെ മധുരമേറിയതാണ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തു നിന്ന് പച്ചക്കറി വാങ്ങിയാണ് ഓണസദ്യ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറികൾ കൊണ്ട് തന്നെ ഓണസദ്യ വിളമ്പുകയാണ് എല്ലാ കുട്ടികൾക്കും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ കൃഷി തുടങ്ങിയാൽ നമുക്ക് നല്ല അഭിമാനമുണ്ട്. നമ്മുടെ ബോണി ടീച്ചറും PT അംഗങ്ങൾ എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ ഇത്ര താല്പര്യം തോന്നിയത്. പിന്നെ എല്ലാ കുട്ടികളുടെയും നമ്മുടെ എക്കോ ക്ലബ്ബിലെ എല്ലാ കുട്ടികളുടെയും പൂർണ്ണ സഹകരണം ഇതിലുണ്ടായിരുന്നു. നമുക്ക് രാവിലെ സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുട്ടികളെല്ലാം വരും. പിന്നെ ഇൻ്റർവെൽ സമയങ്ങളിൽ, പിന്നെ ക്ലാസ് കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോണി ഗീത ടീച്ചർ, ജസ്റ്റിസ് സാർ ഇവരുടെയൊക്കെ പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു പ്രചോദനം കിട്ടിയത്. പിന്നെ എൻ്റെ വീട്ടിലും കൃഷിയുണ്ട്. അത് കൃഷിഭവൻ്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ കിട്ടുന്ന ബാഗ് നമ്മുടെ വീട്ടിൽ ഇതുണ്ട്. അതിൻ്റെ പപ്പ പണ്ടേ കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ ഇപ്പോഴും കൃഷി ചെയ്യും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുള്ള തന്നെ നമ്മുടെ കടയിൽ നിന്ന് ഈ മരുന്നടിച്ച് വാങ്ങുന്ന അത് നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് എത്ര ഹാംഫുൾ ആണെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി കഴിക്കാൻ നമുക്ക് വളരെ തൃപ്തിയാവും. അപ്പം ഇപ്പം നമ്മുടെ സ്കൂളിൽ ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇന്നത്തെ ഓണസദ്യക്ക് നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൃഷി ചെയ്ത് നമുക്ക് കിട്ടുന്ന വിളവാണ് നമ്മളിന്ന് ഭക്ഷിക്കാൻ പോകുന്നത്. അത് നമ്മളെ എല്ലാവരും ഒത്തൊരുമയോടെ ഒന്ന് കഴിക്കാൻ പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, എക്കോ ക്ലബ്ബും അതുപോലെ തന്നെ PTA-യും നെടുമങ്ങാട് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു മാതൃകാ കൃഷിത്തോട്ടമാണിത്. കേരളത്തിലെ എല്ലാ ക്യാമ്പസിലും ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് കുടുംബകൃഷി ഈ വർഷത്തെ കൂട്ടുകൃഷിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂട്ടുകൃഷി അല്ലെങ്കിൽ കുടുംബകൃഷി ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഫലമായി കുട്ടികൾ വീടുകളിൽ തന്നെ രക്ഷകർത്താക്കൾ വിളിക്കുകയാണ്, വീടുകളിൽ തന്നെ ചെറിയ രീതിയിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. അതുതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ നേട്ടമെന്ന് പറയുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ആരവങ്ങൾ നിങ്ങൾ കണ്ടറിഞ്ഞു. കുട്ടികളുടെ സന്തോഷം ഒപ്പം അധ്യാപകരുടെയും നിങ്ങൾ കേട്ടറിഞ്ഞു. കൃഷിവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൂടുതൽ കൃഷിവിശേഷങ്ങൾ നമുക്ക് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. കൃഷി ദർശനിൽ. നന്ദി, നമസ്കാരം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി ക്ലസ്റ്ററുകൾക്ക് 1100 ലക്ഷം രൂപയുടെ പദ്ധതി. ലൈവ് എക്സ്പോ 2014 പാലക്കാട്. ശാസ്ത്രീയ വളപ്രയോഗത്തെക്കുറിച്ച് പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കൃഷിവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നിലവാരവും കാര്യക്ഷമതയുമുള്ള പച്ചക്കറി ക്ലസ്റ്ററുകൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1100 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പ്രവർത്തനാനുമതി നൽകി. നിലവിൽ 800 ക്ലസ്റ്ററുകളാണ് കാര്യക്ഷമതയിൽ മികവ് തെളിയിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 100 ക്ലസ്റ്ററുകൾ എ ഗ്രേഡിലാണ് ഉൾപ്പെടുന്നത്. ഇവയ്ക്ക് ക്ലസ്റ്റർ 1-ന് 6,30,000 രൂപ വീതം സഹായം ലഭ്യമാക്കും. വിത്ത് സംഭരണം, സസ്യസംഭരണം, വിളവെടുപ്പ്, വിൽപ്പന കേന്ദ്രങ്ങൾ ഒരുക്കൽ തുടങ്ങി വിവിധ ഘടകങ്ങൾ പദ്ധതി അനുസരിച്ച് ധനസഹായം നൽകും. കൃഷിവകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ട്രിപ്പ്, സ്പ്രിംഗ്ലർ എന്നിവ ഉപയോഗിച്ചുള്ള സൂക്ഷ്മ ജലസേചനത്തിന് ധനസഹായം നൽകുന്നു. താൽപ്പര്യമുള്ള കർഷകർ, കാർഷിക ക്ലസ്റ്ററുകൾ, സർക്കാരിതര സംഘടനകൾ എന്നിവർ ഈ മാസം 30-ന് മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പൂർണ്ണമായ മേൽവിലാസം, കൃഷിഭവൻ, ബ്ലോക്ക്, ഏത് രീതിയിലുള്ള ജലസേചനം, കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി, വിള, കർഷകന്റെ ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ വ്യക്തമായി അപേക്ഷയിൽ രേഖപ്പെടുത്തണം. വിലാസം: കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, തിരുവനന്തപുരം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 273 3334. റബ്ബർ ബോർഡ് റബ്ബർ മരങ്ങൾക്കുള്ള ശാസ്ത്രീയ വളപ്രയോഗത്തെയും വള ശുപാർശയെക്കുറിച്ചും ഏകദിന പരിശീലനം ഈ മാസം 26-ാം തീയതി കോട്ടയത്ത് സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 400 രൂപയാണ്. വിലാസം: ഡയറക്ടർ ട്രെയിനിംഗ്, റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ ബോർഡ് PO, കോട്ടയം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 235 3201. കോഴി, താറാവ്, വാത്ത, ഗിനി എന്നിവയുടെ പ്രജനനവും പരിപാലനവും സംബന്ധിച്ച് ഇടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠം ഈ മാസം 27-ാം തീയതി മൃഗസംരക്ഷണ വകുപ്പ് സെമിനാർ സംഘടിപ്പിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കർഷകർ മുൻകൂറായി ഫോണിൽ ബന്ധപ്പെടണമെന്ന് ഇടപ്പാൾ സീനിയർ വെറ്റിനറി സർജൻ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 443167. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ സംയുക്ത സഹകരണത്തോടുകൂടി വിപുലമായ മൃഗപക്ഷി പ്രദർശനം ഒക്ടോബർ 5 മുതൽ 7 വരെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നടക്കും. ലൈവ് എക്സ്പോ 2014 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ കേരളത്തിന്റെ തനത് ജനുസുകൾ, വിവിധ ഇനം കന്നുകാലി ജനുസുകൾ, വളർത്തുപക്ഷികൾ, ഓമന മൃഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും സെമിനാറുകളും വിവിധ വിഷയങ്ങളിൽ പരിശീലന പരിപാടികളും ഉണ്ടായിരിക്കും. വിശദമായ വിവരങ്ങൾക്ക് 9447 422481 എന്ന നമ്പറിൽ വിളിക്കുക. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് തിരുവനന്തപുരം പൂജപ്പുരയിലെ ഫാർമകോഗ്നസി യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ പൂജപ്പുര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നവംബറിൽ നെല്ലി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടാകും. ഒക്ടോബർ 10-ാം തീയതിക്ക് മുമ്പായി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2340172. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,300 രൂപ, കോഴിക്കോട് 16,700 രൂപ, തൃശൂരിൽ 15,100 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,200 രൂപ, കോഴിക്കോട് 11,750 രൂപ, തൃശൂരിൽ 10,090 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, ഗാർബിൾഡ് 67,300 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ, ബെസ്റ്റ് 25,500 രൂപ. മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 7,000 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,800 രൂപ, 4 ഗ്രേഡ് 12,200 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,800 രൂപ, 4 ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 15,300 രൂപ, കൊപ്ര 10,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, ഗാർബിൾഡ് 67,300 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ,
ബെസ്റ്റ് 25,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 280-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 480-നും മധ്യേ. ജാതിപത്രി 725-നും 800-നും മധ്യേ. ഗ്രാമ്പു 900-നും 1035-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 11,800 രൂപ. 4 ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 7,500 രൂപ. ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിനെ ബാധിച്ച തളർച്ച തുടരുന്നു. ഉൽപ്പന്നത്തിന്റെ വിലയിടിവ് കണ്ട് ഹൈറേഞ്ചിലെ കർഷകരും ഇടപാടുകാരും ചരക്ക് വിറ്റുമാറ്റാൻ തിടുക്കം കാണിച്ചു. 700 രൂപ കുറഞ്ഞ് 67,300-ലാണ് ഗാർബിൾഡ് കുരുമുളകിന്റെ ഇടപാടുകൾ കൊച്ചിയിൽ ആരംഭിച്ചത്. ഇറക്കുമതി നടത്തിയ കുരുമുളക് ഉത്തരേന്ത്യൻ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് താഴ്ന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും എണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ മില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാനുള്ള തിടുക്കത്തിലാണ്. കോഴിക്കോട് ഏതാനും ദിവസങ്ങളായി സ്റ്റഡിയായി നീങ്ങിയ വെളിച്ചെണ്ണ വില ഇന്ന് താഴ്ന്നു. കൊച്ചി, തൃശൂർ മാർക്കറ്റുകൾക്കും തളർച്ച നേരിട്ടു. ടയർ വ്യവസായികൾ മുഖ്യ റബ്ബർ വിപണികളിൽ താൽപ്പര്യം കാണിച്ചത് ഷീറ്റ് വിലയിൽ നേരിയ പുരോഗതി ഉളവാക്കി. 4 ഗ്രേഡിന് 100 രൂപ ഉയർന്നു. അതേസമയം ഒട്ടുപാൽ, ലാറ്റക്സ് വിലകളിൽ മാറ്റമില്ല. റബ്ബർ അവധി നിരക്കുകളും മെച്ചപ്പെട്ടു. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതി വിപണിയിൽ പ്രേമേറിയ വലിപ്പം കൂടിയ ഇനങ്ങളുടെ നിരക്ക് കിലോ 1,092 രൂപയായി കയറി. അതേസമയം ശരാശരി ഇനങ്ങൾ 775 രൂപയിൽ നിലകൊണ്ടു. 96,629 കിലോ ഏലക്ക ലേലം കൊണ്ടു. ഏലക്ക വിളവെടുപ്പ് ഊർജിതമായതാണ് ലേല കേന്ദ്രങ്ങളിലേക്കുള്ള ചരക്ക് വരവ് ഉയർത്തിയത്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30, 24.8. കൊച്ചി 30.4, 25.8. ആലപ്പുഴ 31.4, 25.6. പുനലൂർ 34.3, 23. തിരുവനന്തപുരം കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.